ദിലുദേ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോകണേ. അപ്പോൾ ഗൈസ് ആദ്യം ഞാനാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ കൗണ്ട് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് അവരൊക്കെ പോയി ഒളിച്ചിട്ടുണ്ട് ഗൈസ്. അവരൊക്കെ പോയി ഒളിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ആണോ? അപ്പോൾ ഗൈസ് ഞാൻ പോകാനായി ഉണ്ടാവും. ഇന്നൊക്കെ കഴിഞ്ഞില്ല കേട്ടോ ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ അവരെവിടെയെങ്കിലും കൊണ്ടുപോകാൻ നോക്കിയിട്ട് വരാം. എനിക്ക് സംശയം ഇവിടെ വെടിയല്ല, അവർ ജനാലിൻ്റെ സൈഡിൽ ഇല്ല ഗൈസ്. ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു അവരെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അപ്പോൾ ഗൈസ് ഗൈസ് ഞാൻ മുകളിലോട്ട് അരി ഇവിടെ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. അടിയിൽ ഇവിടെ കാണാനില്ല. അവരെ ഈ റൂമിൽ ഉണ്ടാവാനുള്ള ചാൻസ് നോക്കണേ. അടിയിലാവുന്നുണ്ട് അവിടെ അവണ്ട്. ഇവിടെ ഇവിടെ തീയുണ്ട് ഗൈസ്. ഇനി ഒരാളുണ്ട് അവിടെ നിൽക്ക് 100% ഉറപ്പാണ് കബോർഡിൻ്റെ ഉള്ളിൽ. ഗൈസ് കബോർഡിൻ്റെ ഉള്ളിൽ കയറുമ്പോ ഉടുപ്പ് നോക്കി അടക്കണ്ട ഗൈസ്. ഉടുപ്പ് പുറത്താ. അപ്പൊ ഗൈസ് നമ്മള് പിടിച്ച് മറ്റേ അവിടെ കുടുങ്ങി ഗൈസ്. കുടുങ്ങിപ്പോയി. അയ്യോ ഗൈസ് അപ്പൊ തന്നെ മൊബൈൽ താഴെ വീണത് ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ അവള് കുടുങ്ങി. അപ്പൊ ഗൈസ് ഞാൻ അവളെ ഹെൽപ്പ് ചെയ്തിട്ട് വരാം. അപ്പൊ ഗൈസ് ഫസ്റ്റ് കൗണ്ട് ചെയ്യുന്നത് നമ്മുടെ അല്ല ദിയ അല്ല ഗൈസ് ആള് മാറി. അവയാണ് ഗൈസ്. അവനാണ് ഞാൻ ആദ്യം കണ്ടത് ഗൈസ്. ഗൈസ് അപ്പൊ തന്നെ അവനെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കാം. അപ്പൊ ഗൈസ് ഞങ്ങൾ അവരെ പോയി തപ്പട്ടെ ഗൈസ്. എനിക്ക് പേടി കേട്ടോടെ. തേങ്ങക്കടി ഇംഗ്ലീഷ് അറിയണേ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റൂമിലാണ് കാണാൻ നല്ല ചാൻസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിനകത്ത് ആയിരിക്കില്ല. ആരുമില്ലല്ലോ. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ നമ്മൾ ദിലുവിനെ കണ്ടെടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കുകയാണ്. ഇപ്പം നമ്മൾ ദീനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളെല്ലാരും കണ്ടുപിടിച്ച് ഫസ്റ്റ് കണ്ടു. അപ്പൊ ഗൈസ് കളി നമ്മൾ ഇതോടെ അവസാനിക്കുന്നു. ഒരാൾക്കും കൂടി കളിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മളെ ദിയാണ്. ഞങ്ങളൊക്കെ എണ്ണി. ഇനി ദിയ മാത്രമേ എണ്ണാത്തുള്ളൂ. ആ ഗൈസ് അവളെ കയ്യിൽ ഞാൻ മൊബൈൽ എല്ലാം പോവാണ്. അങ്ങനെ ഗൈസ് ഞാൻ എണ്ണി തീർന്നിട്ടുണ്ട്. ഇനി അവരെ ഒളിച്ചത് ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ ഗൈസ് അവർ എവിടെയാണെന്ന് ഒളിച്ചതെന്ന് ഞാൻ നോക്കാൻ പോവാണ്. അപ്പം ഞാൻ സ്റ്റെപ്പ് കയറി മേളിലെത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് ഒളിച്ചതെന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഈ റൂമിൽ ഒളിച്ചിട്ടുണ്ടാവും. അപ്പോൾ കബോർഡ് തുറന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ കബോർഡ് തുറന്ന് നോക്കാം. ഗൈസ് കബോർഡ് തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. നമുക്ക് ഗൈസ് ഇവിടെ ഒബ്ബയും ജാസയും ഉണ്ട്. അങ്ങനെ ഞാൻ 3 പേരെയും കണ്ടുപിടിച്ചു. ഗൈസ് കബോർഡിൻ്റെ ഒച്ചയൊക്കെ ഞാൻ അങ്ങ് കേട്ടിട്ടുണ്ടായിരുന്നു.